ഇവരെ പേര് ദീപ ഈ പയ്യനെ ഇതുവരെ യൂട്യൂബിൽ നിർത്തിയപ്പോഴാണ് എൻഫോഴ്സ്മെന്റ് വിളിച്ചിരുന്നു. അത് ലൈസൻസ് തന്നെ പോയിട്ടുള്ളൂ. അത് പോയപ്പോൾ എനിക്ക് 10,000 പേര് റീച്ച് ചെയ്തിരുന്നു. അങ്ങനെയല്ല, ഈ റീച്ചിന്റെ അവസാനം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, കള്ളപ്പണം വെളുപ്പിക്കുന്ന ആക്ട് പ്രകാരം. അതായത് നിയമലംഘനം നടത്തി, നിയമലംഘനം നടത്തി, അത് ആ നിയമലംഘനം പ്രദർശിപ്പിച്ചു, അതിലൂടെ പണം ഉണ്ടാക്കിയാൽ ആ പണം പിടിച്ചെടുക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട് എന്നാണ്. അപ്പൊ യൂട്യൂബിനോട് പറയുക ബാൻ ചെയ്യാൻ പറയും. മാത്രമല്ല യൂട്യൂബിൽ നിന്ന് എത്ര രൂപ കൊടുത്തു കണക്കാക്കും. ആ പണം ഇയാളുടെ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ വസ്തുക്കളിൽ നിന്നോ സ്ഥാപന ചിഹ്നങ്ങളിൽ നിന്നോ ജപ്തി ചെയ്തു. സഞ്ജു ടെക്കി ചെയ്തത് നിയമലംഘനങ്ങൾ തന്നെയാണ്. അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ നിയമലംഘനത്തിൻ്റെ പേരിൽ ഒരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ജീവിതമാർഗം ഇല്ലാണ്ടാക്കുന്ന വിധത്തിലുള്ള നിയമ നടപടികളോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ജീവിതകാലം മുഴുവൻ റദ്ദാക്കുകയും വാഹനം പിടിച്ചെടുത്തു മുതലായ കടുത്ത ശിക്ഷാ നടപടികൾ ഈ നിയമലംഘനത്തിൻ്റെ പേരിൽ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. അല്ല, ഇത്രയും നിയമ നടപടികൾ ഉണ്ടാവുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. രാഷ്ട്രീയ പ്രവർത്തകർ നിയമലംഘനങ്ങൾ നടത്തുമ്പോൾ എന്താ ഇത്രയും ആവേശം